ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വെജിറ്റേറിയൻസിനൊക്കെ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വെജിറ്റേറിയൻ സ്പെഷ്യൽ ചിക്കൻ കറി കേട്ടോ. ഇന്ന് നമ്മൾ ചിക്കൻ ഇല്ലാതെയാണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്നത്, കോളിഫ്ലവർ വെച്ചാണേ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കോളിഫ്ലവറൊക്കെ ചെറുതായിട്ട് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് നമ്മൾ അതിലേക്ക് ആ പീസസ് ആയിട്ട് കട്ട് ചെയ്ത കോളിഫ്ലവർ ഇട്ട് ഒരു 1.5 മണിക്കൂറോളം നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലകത്തെ അണുക്കളൊക്കെ പോകാനായിട്ടാണ്. പിന്നെ നമ്മൾ ഇതിലേക്കായിട്ട് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പെരുംജീരകവും കൂടി നല്ലതുപോലെ പേസ്റ്റ് ആക്കിയതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പെരുംജീരകം എന്ന് പറഞ്ഞാൽ വലിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇനി കറി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഇട്ട ശേഷം നമ്മൾ തേങ്ങാക്കൊത്താണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ കളറായ ശേഷമാണ് കേട്ടോ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പെരുംജീരകവും കൂടി ചതച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ പച്ചമണമൊക്കെ മാറാനായിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷമാണ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ആ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സവാള നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മൾ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് വേവിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു ടൈമിലാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിടുവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വാടി കിട്ടും കേട്ടോ. അപ്പം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടി ഉടച്ച ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഉടഞ്ഞ തക്കാളിയിലേക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്ത് പൊടികളുടെ പച്ച മണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ വേകുന്നതിനായിട്ട് ആവശ്യമുള്ളത്ര വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യണം, എങ്കിലേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. കോളിഫ്ലവർ വെന്ത് കിട്ടാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ ഏറെ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ആ വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവറൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടുവേ. കോളിഫ്ലവർ നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കാനായിട്ടാണ് കേട്ടോ. കോളിഫ്ലവർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം കറിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുതേ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.